നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് ചില സിറ്റുവേഷനിൽ. ഇതിപ്പോ കുറെ പേര് പൊങ്കാലയിടാൻ വരും. ജാതിയോ ഒരു മതത്തെയോ ഒരു പാർട്ടി വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അടികൾ ഉണ്ടാക്കാനും അവർക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത് നോക്കുക ഗൈസ്, നമ്മുടെ കേരളത്തിലെ റോഡിന്റെ അവസ്ഥ. റോഡ് എല്ലായിടത്തും പോസ്റ്റ് നിൽപ്പുണ്ട്. ഇതിനകത്ത് ഈ ഒരൊറ്റ ഒരെണ്ണത്തിലും സ്ട്രീറ്റ് ലാമ്പ് ഇല്ല. നോക്ക്, ഇത് കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഈ റോഡിൽ വ്യൂ കിട്ടാത്തത് കാരണം എല്ലാ വണ്ടിയും ബ്രൈറ്റ് അടിച്ചോണ്ടേ വരത്തുള്ളൂ. ഈ ബ്രൈറ്റ് അടിക്കുന്ന കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് വിസിബിലിറ്റി കുറയും. ബാക്കിയുള്ളതിന് ഇപ്പോൾ ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യത്തിനായാലും വണ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ നമുക്ക് എങ്ങനെയും ഉപദ്രവിക്കാൻ നോക്കും. അതേസമയം ഇത്രയും ദൂരം വന്നിട്ട് ഞാനിത് ബൈക്ക് ഇപ്പം ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന റൂട്ടാണ്. ഈ ട്രിവാൻഡ്രം റൂട്ട് ഡെയിലി വരുന്നവർക്ക് മനസ്സിലാവും. ഈ റൂട്ടിൽ ഇവിടെ എല്ലാം പോസ്റ്റുകളുള്ളതാണ്. ഒരൊറ്റ ഒരെണ്ണത്തെ ലൈറ്റില്ല കേട്ടോ. ഇപ്പോൾ ആകെ ഇത്രയും ഇത് വന്നതാണ്ട്. ഇപ്പോൾ ഒരു ടൗൺ ആയതുകൊണ്ട് ഇവിടെ ഇത്രയിടത്ത് ലൈറ്റുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതും കാണത്തില്ല. സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളം. ബാക്കിയുള്ളതിന് കൊള്ളയും പിടിച്ചു പറയും. വെഹിക്കിള് ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പോൾ വെഹിക്കിള് റോഡിൽ പാത്തിരുന്നിട്ടാണ് ക്യാമറ അടിക്കാൻ നോക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നാട് പോകുന്നവരെ പോക്ക് ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ നോക്ക്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയോ ഒരു മതത്തെയോ ഒരു പാർട്ടിയോ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ റൂട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ എനിക്ക് സ്ട്രീറ്റിൽ ഒരു ലൈറ്റ് കാണുന്നില്ല. ഇത് കാരണം എന്താ, എനിക്ക് ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം ബ്രൈറ്റ് അടിക്കുന്ന കാരണം എനിക്ക് റോഡ് നല്ല വിസിബിലിറ്റിയിൽ കാണുന്നില്ല. അതേസമയം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് മാത്രമല്ല, നമ്മൾ പാർട്ടിയൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി നല്ലതാണ്. നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൗലിക അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശം നേടിയെടുത്തു തരാനാണ് ഓരോ പാർട്ടികളും ചിന്തിക്കേണ്ടത്. ഇപ്പം അല്ലാതെ നമ്മൾ പാർട്ടി ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരാനും അങ്ങനെയുള്ളതിന് മാത്രമല്ല ഒരു പാർട്ടി കാണേണ്ടത്. ഞാൻ ഇന്ന പാർട്ടി എന്ന് ഒരിക്കലും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഏത് പാർട്ടി എന്നൊന്നും ഇന്ന പാർട്ടി എന്ന് ഒരിക്കലും ഞാൻ ഇതിനകത്ത് പറഞ്ഞു. ഏത് പാർട്ടി ഭരിച്ചാലും ഉള്ള കാര്യം പറയുന്നത്. ഇത്രയും പോസ്റ്റുകളാണ്. ഇതിനകത്തിൽ എവിടെങ്കിലും നിങ്ങൾ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ആ ജംഗ്ഷനിൽ മാത്രം കുറച്ച് ലൈറ്റ് കണ്ടു. അതാണ് ഒട്ടുമിക്ക ആക്സിഡന്റിനും മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറുകള്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ബ്രൈറ്റ് ഇത് കാരണം എനിക്ക് വിസിബിലിറ്റി ഇല്ല. റോഡിൽ വിസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം. കോടികൾ ചിലവാക്കിയവർക്ക് ക്യാമറ വെക്കാൻ അറിയാം. ആ ക്യാമറയിൽ നിന്ന് ഇരട്ടി കോടികൾ ഉണ്ടാക്കാനും അവർക്കറിയാം. അതേസമയം കുറച്ച് രൂപ മുടക്കി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്ന് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്ര ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോ കുറെ പേര് പൊങ്കാലയിടാൻ വരും. കുറെ പേര് ഈ കമന്റ് ബോക്സിന് പൊങ്കാലയിടാൻ വരും. എനിക്കറിയാതെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. പാർട്ടിയൊക്കെ നല്ലതാണ്, എല്ലാ പാർട്ടിയും നല്ലതാണ്. ഞാൻ അതിനോട് യാതൊരു എതിർപ്പും കാണിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം എൻ്റെ അടുത്ത് പറയാം. എന്ത് അഭിപ്രായം ഈ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ഓണായിരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു വ്ളോഗ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പാർട്ടി വിഷയം കാര്യങ്ങളും ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് ചില സിറ്റുവേഷനിൽ. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് അതേപടി ബുദ്ധിമുട്ടും അതേപടി അമർഷവും ഉണ്ടായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നാളെ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങളായിരിക്കും സഞ്ചരിക്കേണ്ടത്. ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിച്ചാലേ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നാളെ കത്തിയെടുത്ത് റോഡിലിറങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ തമ്മി കുത്തിക്കൊല്ലുക, ഇങ്ങനെയുള്ള പരിപാടിയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പൊ ഇതുവഴി നിങ്ങൾ കാണേണ്ടവർ കാണുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അല്ലാതെ എൻ്റെ ഈ വീഡിയോ വൈറലാവാനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.